വീട്ടിത്തരം പറയാൻ? എടാ ദുർബുദ്ധി, ഭഗവാനെ ദർശിക്കുക രാജാക്കന്മാരാണ്. ശിവൻ അവർക്ക് ദർശനം നൽകുന്നു. നമുക്ക് എങ്ങനെയാ ഭഗവാൻ ദർശനം നൽകുക? അമ്മ എന്താണ് ഈ പറയുന്നത്? ഭഗവാന് രാജാവും പ്രജയും വ്യത്യാസമില്ല. എല്ലാവരുടെയുമാണ് അദ്ദേഹം. അദ്ദേഹം എല്ലാവർക്കും ദർശനം നൽകുന്നു. നീ പറഞ്ഞു കേക്കില്ല. എന്താണ് അമ്മ ഇത്? ഞാൻ പോട്ടേന്നേ ഭഗവാൻ ശിവനെ ദർശിക്കാൻ. മിണ്ടരുത്. നടക്ക വീട്ടിലേക്ക്. നടക്ക. ഞാനിതാ പോന്നു ഭഗവാൻ ശിവനെ ദർശിക്കാൻ. മോനെ മോനെ ശ്രീകര, മോനെ നിൽക്ക് മോനെ. ശ്രീകര മോനെ, നീ എവിടെ പോകും? അയ്യോ മോനെ, മോനെ നദിയിൽ വെള്ളം അധികമുണ്ട് മോനെ. നിൽക്ക് മോനെ, നിൽക്ക് എന്റെ മോനെ. അയ്യോ എന്റെ ശ്രീകര, അവനെ രക്ഷിക്കണേ, ഓടി വരണേ. അയ്യോ എന്റെ മോനെ ശ്രീകര, എന്റെ മോനെ, എന്റെ ശ്രീകര. അയ്യോ അയ്യോ എന്റെ മോനെ രക്ഷിക്കൂ, ആരെയും രക്ഷിക്കൂ. എന്റെ കുമോനെ, എന്റെ ശ്രീകര, അവൻ എന്ത് പറ്റി? അതാ വെള്ളത്തിൽ പോയിരിക്കുന്നു. എന്റെ മോൻ ആരെങ്കിലും രക്ഷിക്കൂ. അവൻ എന്ത് പറ്റി? എന്റെ മോനെ, എന്റെ മോനെ എന്ത് പറ്റി ശ്രീകര? അയ്യോ പരമേശ്വര. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. എന്റെ മോനെ, എന്റെ ശ്രീധര, എന്നെ വിട്ടുപോയി. ഇനി എനിക്ക് ആരാണുള്ളത്? ഞാൻ അനാഥയായി പോയി. എന്റെ മോനെ, എന്റെ ശ്രീധര. ഗോപ നദിക്കരയിൽ നിന്ന് കരയുന്നു. എന്ത് പറ്റി അവൾക്ക്? അവളുടെ മകൻ ശ്രീകരൻ എങ്ങോ ഓടിപ്പോയെന്ന്. ഓടിപ്പോകുന്ന എന്തിന്? എങ്ങോ പോയിരിക്കും, തിരിച്ചു വരും. അവൻ ശിവഭക്തിയിൽ ഭ്രാന്തനായി നദിയിൽ ചാടിയിരിക്കുന്നു. നദിയിൽ ചാടിയോ? ഇനി ആ പാവം ഗോപ എന്തു ചെയ്യും? കരഞ്ഞു കരഞ്ഞവൾ. അവൾക്ക് ആരെങ്കിലും ധൈര്യം കൊടുക്കണം. അവളുടെ ജീവിതത്തിന്റെ ആധാരം മകൻ ശ്രീകരൻ മാത്രമാണ്. ഇവിടെ ഒന്ന് സംസാരിച്ചിട്ട് എന്ത് ബലം? പോകാൻ പോയി അവളോട് ചോദിക്കാം. നമുക്ക് ശ്രീകരനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഭഗവാനെ, നീ എന്താണ് ചെയ്തത്? ഇത് എന്ത് അന്യായമാണ്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് അപരാധമാണ് ഞാൻ ചെയ്തത്? ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ലല്ലോ. എന്തിനെന്റെ മോനെ എന്നിൽ നിന്ന് അകറ്റി? ഞാൻ എന്തിന് ജീവിക്കണ? ഞാനിനി എന്ത് ചെയ്യാ? ഞാനിനി എന്ത് പറ്റി ഗോപ? എന്ത് പറയാനാ? എവിടെ പോയിരിക്കാവൻ? അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും.
പറയുമോ? എന്ത്? നിനക്കറിയില്ലേ നിന്റെ മകൻ ശ്രീകരൻ എവിടെയാണെന്ന്? എനിക്ക് ഇത്രേ അറിയുള്ളൂ. അവൻ ഭഗവാൻ ശിവനെ ദർശിക്കാനാണെന്നും പറഞ്ഞ് ശിവല നദിയിലേക്ക് ചാടി. പിന്നെ അവൻ പുറത്ത് വന്നിട്ടില്ല. ചാടിയെന്നോ? ശിവദർശനത്തിന് നീ അവനെ തടഞ്ഞില്ലേ? എന്തൊരമ്മയാണ് നീ? നീയും അവന്റെ കൂടെ ചാടേണ്ടതായിരുന്നു. ആരും അവനെ നദിയിൽ നിന്ന് രക്ഷിച്ചില്ല. ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ഉണ്ടായിട്ട് എന്ത് കാര്യം? ആർക്കും നീന്താൻ അറിയില്ല. അവനെന്ത് പറ്റിയിരിക്കും? അവൻ മുങ്ങിപ്പോയിരിക്കും. അതോ വലിയ മീൻ ഇല്ല വിഴുങ്ങിയിരിക്കും. ഗോപ, ഇല്ല. ഭഗവാൻ ശിവൻ അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ ഒരിക്കലും അങ്ങനെ മരിക്കുവാൻ അനുവദിക്കുകയില്ല. അത് രക്ഷിക്കും തീർച്ച. ഭഗവാൻ തീർച്ചയായും അവനെ രക്ഷിച്ചിരിക്കും. അവൻ ജീവനോടെ ഉണ്ടാവും. അമ്മായി ശ്രീകരൻ ജീവിച്ചിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? അതേ അമ്മായി, ഞാൻ കണ്ടു. എവിടെ? അമ്മായി, ശ്രീകരൻ നദിയുടെ ആ കരയിലുണ്ട്. അവൻ അവിടെ എന്താണ് ചെയ്യുന്നത്? ഭഗവാൻ ശിവനെ പൂജിക്കുകയാണ്. നദിയുടെ ആ കരയിൽ പൂജിക്കുകയാണോ? തനിച്ചോ? അല്ല അമ്മായി, അവൻ തനിച്ചല്ല. രാജാവിന്റെ സൈനികരും അവന്റെ ചുറ്റുമുണ്ട്. സൈനികർ രാജാവിന്റെ കൊട്ടാരത്തിൽ കയറിയിരുന്നു. അതിനാൽ സൈനികർ പിടിക്കാൻ വന്നതായിരിക്കും. എന്തെല്ലാം സഹിക്കേണ്ടി വരുമാവോ? മോനെ ശ്രീകരാ, ഞാനിത് വരുന്നു മോനെ, നിന്റെ അടുത്തേക്ക്. ശ്രീകരാ മോനെ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം മഹാരാജ രിപുതമൻ, പറയൂ മഹാരാജാ സിംഹദത്ത. കാണുന്നില്ലേ അങ്ങ്? കാണുന്നുമുണ്ട്, മനസ്സിലാക്കുന്നുമുണ്ട്. രാജാ ചന്ദ്രസേനന്റെ നഗരത്തിൽ ചെറിയ ബാലന്മാർ പോലും ശിവപൂജയിൽ മുഴുകിയിരിക്കുന്നു. ഓം നമഃ ശിവായ, ഓം ഏത് രാജ്യത്തിൽ ചെറിയവരും വലിയവരും സ്വന്തം കർമ്മം മറന്ന് പൂജയിൽ മുഴുകിയിരിക്കുന്നുവോ അവിടെ ആത്മരക്ഷയും നഗരരക്ഷയും ആലോചിക്കുന്നത് തന്നെ വ്യർത്ഥമാണ്. നഗരരക്ഷയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. രാജാ സിംഹദത്ത, ഞാൻ പറയുന്നു, ഈ രാജ്യത്തെ രാജാവ് ചന്ദ്രസേനൻ സ്വയം ശിവഭക്തിയിൽ മറന്നിരിക്കുകയാണെന്ന്. ഇവിടുത്തെ പ്രജകൾ അവരുടെ രക്ഷയെക്കുറിച്ച് ആലോചിക്കുന്ന എങ്ങനെ? അഥവാ ആലോചിച്ചാൽ തന്നെ എന്താണ് ചെയ്യാനാകുക? എവിടെ രാജാവ് ദുർബലനാണോ അവിടുത്തെ പ്രജകൾ വളരെയധികം ദുർബലരാകുന്നു. ശിവായ, ഓം നമഃ ശിവായ, ഓം അപ്പോൾ ഏത് രാജ്യത്തെ രാജാവും പ്രജയും ബോധമില്ലാത്തവരാണോ? മൂന്നാമതൊരുത്തൻ അവിടുത്തെ സ്ഥിതിയെ മുതലെടുക്കുന്നതിൽ നിന്നും പിന്മാറരുത്. അതായത് അങ്ങതിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ലേ? അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം സ്പഷ്ടമാക്കൂ മഹാരാജ രിപുതമൻ. ഇതിലധികം എന്ത് സ്പഷ്ടമാക്കാനാണ്? നമഃ അങ്ങ് മഹാരാജാവാണ്. മറ്റൊരു രാജാവിന്റെ രാജകീയ ഭാഷ അങ്ങ് മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ രാജനീതിയിൽ സ്പഷ്ടമായ ഒന്നുമില്ല. രാജനീതിയിൽ സാങ്കേതിക ഭാഷ ഉപയോഗിക്കപ്പെടുന്നു. പക്ഷേ വിഡ്ഢികൾ അതിനെ ചതിയുടെ ഭാഷ എന്ന് പറയുന്നു. ഇപ്പോൾ വിഡ്ഢികളെപ്പറ്റി പറഞ്ഞിട്ടെന്ത്? പ്രധാനപ്പെട്ട വിഷയം പറയുന്നതാണ് ഉത്തമം. വിഷയവും വിചാരവും നമ്മുടെ പക്ഷത്ത് തന്നെയാണ്. ഈ ഉജ്ജയിനി നഗരത്തിലെ രാജചന്ദ്രസേനൻ സദാ ശിവഭക്തിയിൽ മുഴുകിയിരിക്കുന്നു. ഭരണത്തിൽ അദ്ദേഹത്തിന്റെ പിടി അയഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ രാജ്യത്തെ ആക്രമിച്ച് ഉജ്ജയിനിയിൽ നാം നമ്മുടെ അധികാരം സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കും. പിന്നെ അതിനെ രണ്ടായി ഭാഗിച്ച് നമുക്ക് പങ്കിട്ടെടുക്കണം. ഞാൻ അതിനൊരുക്കമാണ്. നമ്മൾ ഉടൻ തന്നെ രാജാ ചന്ദ്രസേനനെ തടവിലാക്കണം. ആജ്ഞാപിച്ചാലും മഹാരാജൻ, ഞങ്ങൾ ഉടനെ നമ്മുടെ സൈനികരെയും കൂട്ടി രാജാ ചന്ദ്രസേനനെ ബന്ദനത്തിലേക്ക് കൊണ്ടുവരാം. പോകൂ, വിജയിച്ചു വരൂ. അരുത് ഭഗവാൻ, അരുത്. അനർത്ഥം സംഭവിക്കാൻ അനുവദിക്കരുത്. എല്ലാം അങ്ങയുടെ കൈവശത്തിലാണ്. ഈ ദുഷ്ട രാജാക്കന്മാർ ആലോചിച്ചിട്ട് എന്ത് കാര്യം? നമ്മുടെ രാജാവാകട്ടെ അവിടുത്തെ ഭക്തനാണ്. രാവും പകലും അങ്ങേ ജപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് അദ്ദേഹത്തോട് ഇത്ര വലിയ അന്യായം ചെയ്യുമോ? ഈ ദുഷ്ട രാജാക്കന്മാരുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ രാജ്യം നൽകുമോ? ഇല്ലല്ലോ.
എനിക്ക് വിശ്വാസമുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങ് അനുവദിക്കില്ലല്ലോ. ഞങ്ങളുടെ രാജാവിനെ രക്ഷിക്കില്ലേ വിശ്വനാഥ? ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. Om Namah Shivaya.